ഏത് യുദ്ധത്തിലാണ് അമേരിക്കയ്ക്ക് നാശനഷ്ടം ഉണ്ടാകാത്തത്? വൻ നാശനഷ്ടം എല്ലാ യുദ്ധത്തിലും ഉണ്ടായി. അപ്പോൾ ഈ കരാറിലൂടെ നേട്ടങ്ങളിൽ എത്തി നിൽക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് അമേരിക്ക താല്പര്യം. വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഗൾഫ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാവും ആത്യന്തികമായി അമേരിക്ക സമാധാന കരാറിലൂടെ യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നത്. പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായാൽ മാഗ ക്യാമ്പ് ഛന്ന ഭിന്നമാകും. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. വെടിനിർത്തൽ വന്ന സമയത്ത് തന്നെ അമേരിക്കയും ഇസ്രായേലും ഇറാനും ഇതുവരെ യുദ്ധത്തിലുണ്ടായ നഷ്ടത്തിന്റെ കണക്കെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയ്ക്ക് കോടാനുകോടി ഡോളർ നഷ്ടമുണ്ടായി എന്ന കണക്കുകൾ ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ്. അത്യാധുനിക ഡ്രോണുകളും F-35 യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ പലതും അവർക്ക് നഷ്ടമായിട്ടുണ്ട്. ഇറാന് അതിലധികം നഷ്ടമുണ്ട് എങ്കിലും ആക്രമിക്കാൻ വന്നവരുടെ നഷ്ടക്കണക്കുകൾ എപ്പോഴും മുഴച്ചു നിൽക്കുമല്ലോ. ഇറാന്റെ നഷ്ടം എത്രയെന്ന് ആധികാരികമായി അറിയാൻ വഴിയില്ല. ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞപ്പോഴും പിന്നീട് ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചപ്പോൾ മുതലും ഇറാനിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ല. അതിനാൽ ഇറാനിനുള്ളിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നില്ല. ഇറാന്റെ ഭരണകൂടമാകട്ടെ ഒരു കണക്കും പുറത്തു വിടുന്നുമില്ല. ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇറാന് തന്നെയാണ്. അതിൽ ഒരു തർക്കവുമില്ല. ആരും മറുത്തൊരു അഭിപ്രായം പറയുകയുമില്ല. ഇസ്രായേലിന് നഷ്ടമുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇറാനോളം വരികയുമില്ല. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇറാന്റെ കാര്യം മാത്രമാണ്. ഇറാന് ഉണ്ടായ ഈ ഭീകര നഷ്ടം എങ്ങനെ നികത്തും? രണ്ടു പക്ഷത്തും നഷ്ടമുണ്ടായി. ഒരു യുദ്ധമാകുമ്പോൾ എത്ര ഏകപക്ഷീയമാണ് എന്ന ധ്വനി ജനിപ്പിക്കാൻ ശ്രമിച്ചാലും നാശനഷ്ടങ്ങൾ രണ്ടു ഭാഗത്തും ഉണ്ടാകും. അവിടെ ആക്രമണ വിധേയമാവുന്ന രാജ്യത്ത് കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. കാരണം അവർ അപ്രതീക്ഷിതമായി ആക്രമണം നേരിടുകയാണ്. അങ്ങനെയാണ് ഒന്നാം ദിവസം തന്നെ ഫെബ്രുവരി 28-ന് നാടകീയമായി നടന്ന ആക്രമണത്തിൽ ഇറാൻ്റെ പരമോന്നത നേതൃത്വം ഉൾപ്പെടെ വൈപ്ഡ് ഔട്ടായത് അതുകൊണ്ടാണ്. പക്ഷേ ഇറാൻ വാസ് ഏബിൾ ടു റീഗ്രൂപ്പ്. അങ്ങനെ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. 40 ദിവസം നീണ്ട യുദ്ധത്തിൽ നിരന്തരം നടത്തിയ ആക്രമണങ്ങളിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. ട്രംപിൻ്റെ മനസ്സിൽ ആദ്യം ഒരാഴ്ച എന്ന് പറഞ്ഞു, 2 ആഴ്ച പറഞ്ഞു, 1 മാസം പറഞ്ഞു. 40 ദിവസം കഴിയുമ്പോഴാണ് വെടിനിർത്തൽ എന്നത് ഒരു ധാരണയായത്. അതും താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. അതിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു കരാറിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു. ഒരുപക്ഷെ ഉടനടി തന്നെ കരാറിൻ്റെ വ്യവസ്ഥകൾ നമുക്കറിയാനും കഴിയും. അതുകൊണ്ട് അമേരിക്ക എത്തി നിൽക്കുന്ന ഒരു ഘട്ടം എന്താണിപ്പോൾ നോക്കൂ. ഈ പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ തങ്ങൾ ആക്രമണം നടത്തുന്നു, പൂർണ്ണ വിജയം നേടുന്നു, എന്നിട്ട് അത് ലോകത്തോട് പറയുന്നു, പോരുന്നു. അത് തങ്ങളുടെ സൈനിക കരുത്ത് കൊണ്ടാണ്. പക്ഷേ അമേരിക്ക എക്കാലത്തും വലിയ സൈനിക ശക്തിയായിരുന്നു. ആ സൈനിക ശക്തി എന്ന അഹങ്കാരത്തിൽ തന്നെയാണ് മുൻകാലങ്ങളിൽ വിയറ്റ്നാമിൽ ആക്രമണം നടത്തിയത്. എത്ര പതിറ്റാണ്ടുകളാണ് നീണ്ടു നിന്ന വിയറ്റ്നാം യുദ്ധം. അഫ്ഗാനിസ്ഥാനിൽ വർഷങ്ങൾ നീണ്ടു നിന്ന ആക്രമണവും ഓക്യുപ്പേഷനും എല്ലാം നടന്നു. ഏത് യുദ്ധത്തിലാണ് അമേരിക്കയ്ക്ക് നാശനഷ്ടം ഉണ്ടാകാത്തത്? വൻ നാശനഷ്ടം എല്ലാ യുദ്ധത്തിലും ഉണ്ടായി. ആൾനാശമുണ്ടായി, എക്വിപ്മെൻറ്റ് നാശമുണ്ടായി, വിമാനങ്ങൾ തകർന്നു വീണു, ഭടന്മാരുടെ ബോഡി ബാഗുകൾ അമേരിക്കയിലേക്ക് എത്തി. അവസാനം അമേരിക്ക പിന്തിരിഞ്ഞ് പോവുകയായിരുന്നു. ഏതാണ്ട് എല്ലാ യുദ്ധത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ഇറാഖിനെതിരെ നടത്തിയ നേട്ടത്തിൽ മാത്രം ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചു, സദ്ദാം ഹുസൈനെ പുറത്താക്കി, ഒരു പാവ ഗവൺമെൻറ്റിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്തു. ഇറാഖ് ഛന്ന ഭിന്നമായി. പിന്നീട് നമ്മൾ കേട്ടത് സിറിയയും ഇറാഖും ചേർന്ന് ISIL എന്ന ഭീകര സംഘടന രൂപീകരിക്കുന്നതും ഒരു ടെറിട്ടോറിയൽ സ്റ്റേറ്റായിട്ട് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് മാറുകയും അങ്ങനെ അബൂബക്കർ അൽ ബഗ്ദാദിയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കി കൊടുത്തതിൻ്റെ പിന്നിലെ ചാലകശക്തി അമേരിക്കയാണ്. അമേരിക്കയായിട്ട് ഉണ്ടാക്കിക്കൊടുത്തതല്ല. അമേരിക്ക ശിഥിലീകരിച്ച ഇടങ്ങളിൽ, ദുർബലമായ ഇടങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ഒരു ഭീകര രാഷ്ട്രമാണ് അവിടെ ഉണ്ടായത്. അത് പിന്നെ മുള്ളുകൊണ്ടെടുക്കേണ്ടത്, സൂചി കൊണ്ടെടുക്കേണ്ടതിന് പിന്നെ തൂമ്പ കൊണ്ടല്ല JCB കൊണ്ട് എടുക്കേണ്ടി വന്നു അമേരിക്കയ്ക്ക്. പിന്നെ എത്ര കാലം യുദ്ധം ചെയ്താണ് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ പ്രഭാവം അവസാനിപ്പിക്കുകയും. ഇപ്പോഴും സിറിയയും ഇറാഖും ഒക്കെ ഫെയിൽഡ് സ്റ്റേറ്റാണ്. സിറിയയിലൊക്കെ ഭരണമാറ്റമുണ്ടായി, പക്ഷേ ഫെയിൽഡ് സ്റ്റേറ്റായി. അഫ്ഗാനിസ്ഥാൻ എത്രത്തോളം വികസിച്ച് വന്നാലും താലിബാൻ ഇപ്പോഴും ആരുടെ കയ്യിൽ നിന്നും അഫ്ഗാനിസ്ഥാനെ അമേരിക്ക മോചിപ്പിച്ചോ അവരിലേക്ക് തന്നെ അധികാരം വെള്ളിത്താരത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷമാണ് അമേരിക്ക പിൻവാങ്ങിയത്. ഇവിടെ നടന്നതും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ വിയറ്റ്നാമിൽ നടന്നതും അതൊക്കെ തന്നെയാണ്. വിയറ്റ്കോങ് കിടലകളുടെ ആക്രമണം അവരാരുമായിരുന്നില്ല.
അവരൊന്നുമല്ല, അവർ ഗറില്ലകളാണ്. അവർ പ്രാകൃതമായ യുദ്ധമുറകൾ, ഗറില്ല യുദ്ധമുറകൾ ഉപയോഗിച്ച് വിഖ്യാതമായ അമേരിക്കൻ സേനയോട് പൊരുതി അവസാനം അമേരിക്കൻ സേനയ്ക്ക് അവിടം വിട്ട് ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാതെ വിയറ്റ്നാം മുഴുവൻ അവർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം പിന്തിരിഞ്ഞ് പോരേണ്ടി വന്നു. ഇറാൻ അതിനേക്കാൾ വലിയ സങ്കീർണമായ ഒരു ഭൂമികയാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് ഇപ്പോൾ പറഞ്ഞു നിൽക്കാൻ ഒന്നും തന്നെ ഇല്ലാതെ വരുന്നത്. അപ്പോൾ പിന്നെ കരാർ മാത്രമേ ഉള്ളൂ വഴി. കരാറിലൂടെ ചില കാര്യങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷം പിൻവാങ്ങുന്നു. അപ്പോൾ ഈ കരാറിലൂടെ നേട്ടങ്ങളിൽ എത്തി നിൽക്കുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയാനാണ് അമേരിക്ക താല്പര്യം. ഒരു റൗണ്ട് ചർച്ചയിൽ, ഇസ്ലാമാബാദ് ചർച്ച, അത് പരാജയപ്പെട്ടു. ഇതൊരു തരം വില പറയുന്നത് പോലെയാണ്. മീൻ വാങ്ങിക്കാൻ വരുന്ന ഒരാൾ മീൻ വില അങ്ങോട്ട് പറഞ്ഞ് പിണങ്ങി അങ്ങോട്ട് പോകും. പക്ഷേ മീൻ വേണം, എങ്ങനെയും മീൻ വേണം. അപ്പോൾ പിന്നെ തിരിച്ചു വന്ന് എന്നെ കിട്ടിയ വിലയ്ക്ക് അതെങ്കിൽ പിന്നെ ഞാനൊരു മഹാമനസ്കനായതുകൊണ്ട് അത് വാങ്ങിക്കൊണ്ട് പോകുന്നു എന്ന് മീൻകാരിയോട് പറഞ്ഞതിന് ശേഷം കൊണ്ടുപോകുന്നു, അല്ലെ മീൻകാരനോട് പറഞ്ഞത് കൊണ്ടുപോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ നടക്കുന്നത്? അതുകൊണ്ട് രണ്ടാം റൗണ്ട് ചർച്ചകൾ പൊടിപൂരം നടക്കുമ്പോൾ ചിന്തിക്കുന്നത് ഇതൊക്കെയാണ്. എന്തിനായിരുന്നു, 10ാം പ്രാവശ്യം ഞാൻ പറയുന്നു, എന്തിനായിരുന്നു യുദ്ധം എന്ന് അമേരിക്കൻ ജനത ചോദിക്കുമ്പോൾ, ലോകരാജ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയാനില്ലാതെ വരും. പറയാൻ പോകുന്ന ഇതൊക്കെ തന്നെയാണ്. തങ്ങൾ വിചാരിച്ചത് കൊണ്ടാണ് ഇത്ര ലോകത്തെ രക്ഷിക്കാൻ കഴിഞ്ഞ, അല്ലെ ലോകം ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഈ ചോദ്യത്തിൽ കണ്ട ഒരു കാര്യമാണ്, വലിയ ചിലവില്ലേ? ഉണ്ട്. ഈ ചിലവൊക്കെ തൽക്കാലത്തേക്കാണ്. ഗൾഫ് രാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചു, അവർക്ക് നാശനഷ്ടങ്ങളുണ്ടായി. അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ അമേരിക്കൻ സേനാ താവളങ്ങളിലേക്ക് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൻ്റെ ചിത്രങ്ങൾ ചൈന പുറത്തുവിട്ടു കഴിഞ്ഞ ദിവസം. സാമാന്യം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഏറിയൽ ചിത്രങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ ഭൂമിയിലെല്ലാം തന്നെ കാര്യമായ നാശനഷ്ടങ്ങളുണ്ടായി. സാമ്പത്തിക കേന്ദ്രങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, എണ്ണ ഉത്പാദക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ പൂർവ്വസ്ഥിതിയിലാക്കണമെങ്കിൽ പണം വേണം. അതൊക്കെ ഗൾഫ് രാജ്യങ്ങൾ വഹിച്ചോളും. പക്ഷെ തങ്ങൾക്കുണ്ടായ, ഗൾഫ് രാജ്യത്തെ സംരക്ഷിക്കാനായി നോക്കിയ അമേരിക്കയ്ക്ക് ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് ആര് പരിഹാരം പറയും? അത് നിങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തന്നെങ്കിലേ പറ്റൂ. നല്ല ഒരു ബില്ല് അടിച്ചങ്ങോട്ട് കൈ കൊടുക്കും. ഇത് കൃത്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനിയും വരാൻ പോകുന്ന വാർത്തകളിൽ, ഇനിയുള്ള മാസങ്ങളിൽ ഇതിനെക്കുറിച്ചൊക്കെ ലോകം സംസാരിക്കും. വലിയ ഒരു സാമ്പത്തിക ബാധ്യത ഗൾഫ് രാജ്യങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാവും ആത്യന്തികമായി അമേരിക്ക സമാധാന കരാറിലൂടെ യുദ്ധത്തിൽ നിന്നും പിന്തിരിയുന്നത്. അതുകൊണ്ട് എന്തിനായിരുന്നു യുദ്ധം വീണ്ടും ചോദിക്കാൻ നമുക്ക്. ഗൾഫ് രാജ്യങ്ങൾ ചോദിക്കും, അപ്പോൾ പിന്നെ എന്തിനായിരുന്നു യുദ്ധം? തങ്ങൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി, അതിൻ്റെ നഷ്ടപരിഹാരം ഞങ്ങൾ തന്നെ വഹിക്കേണ്ടി വന്നു. ഞങ്ങൾക്കുണ്ടായത് ഞങ്ങൾ തന്നെ റിപ്പയർ ചെയ്യേണ്ടി വന്നു. അതിന് നിങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചു, അതിന് നിങ്ങൾ പണം മേടിച്ചു. അവസാനം നിങ്ങളുടെ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചപ്പോൾ അത് നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും തുക ഞങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും നിങ്ങൾ വാങ്ങിയെടുക്കുന്നത് എന്ത് ന്യായമാണ്? ഇത് ചോദിക്കാനുള്ള ശക്തി ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇല്ല. പക്ഷേ ഭാവിയിൽ നയരൂപീകരണം വരുമ്പോൾ ഇതെല്ലാം മനസ്സിലുണ്ടാകും. കാരണം മുൻകാല അനുഭവങ്ങൾ അതാണ്. മുൻകാലങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, നാശനഷ്ടങ്ങൾ, അതിൻ്റെ എല്ലാം കണക്ക് പറഞ്ഞു വാങ്ങി. രണ്ടിടത്തു നിന്നൊന്നും കിട്ടിയില്ല. ഒന്ന് അഫ്ഗാനിസ്ഥാൻ, ഇവിടെ $4 ട്രില്യൺ നഷ്ടം അമേരിക്കയ്ക്ക് ഉണ്ടായി. മറ്റൊന്ന് വിയറ്റ്നാം, അവിടെയും അന്നത്തെ കണക്കിന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഓഫ് ലോസ് അമേരിക്കൻ എക്സ്ചക്കറിന് ഉണ്ടായി. ദരിദ്ര രാഷ്ട്രങ്ങളാണ്, ഒന്നും കിട്ടില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയല്ല. ശർക്കരക്കുടത്തിലാണ് കൈയിട്ടിരിക്കുന്നത്. ശർക്കരക്കുടമല്ല, പൊന്നും കുടം തന്നെയാണ് ഓയിൽ റിച്ചായ ഗൾഫ് രാജ്യങ്ങൾ. അവിടെ അറിയാം, അമേരിക്കയ്ക്ക് അറിയാം, ചിലയിടത്ത് ഇടപെട്ടാൽ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, അത് കൊണ്ടുപോരും. അതുകൊണ്ട് ഇത് മൾട്ടി ലെവൽ ഗെയിനാണ് അമേരിക്ക ഉദ്ദേശിക്കുന്നത്. യുദ്ധവിജയം എന്നത് ആത്യന്തികമായി ആ രൂപത്തിലുണ്ടാവില്ല എന്നറിയാം. പക്ഷേ സാമ്പത്തികമായി കോട്ടമുണ്ടാകുന്നില്ല എന്ന് പറയാം. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. അമേരിക്കയുടെ പൊതുജന അഭിപ്രായം എക്കാലത്തെയും താഴ്ന്ന ലെവലിലാണ്. ട്രംപിൻ്റെ ജനപ്രീതിയുടെ കാര്യത്തിൽ യുദ്ധത്തെ എതിർക്കുന്ന ആളുകൾ മഹാഭൂരിപക്ഷമാണ്. ട്രംപിൻ്റെ ഈ പോളിസി, അതായത് ഈ യുദ്ധത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയെ എൻഡോഴ്സ് ചെയ്യുന്നത് കേവലം 32% അമേരിക്കക്കാർ മാത്രമാണ്. ഇത് അമേരിക്കയ്ക്ക് നന്നായിട്ടറിയാം, ഇത് ട്രംപിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്നും പിന്നാക്കം പോയേ മതിയാവൂ. അധികം കാലം അമേരിക്കൻ ജനതയുടെ പിന്തുണ ഉണ്ടാവില്ല എന്നറിയാം. അതുകൊണ്ട് ഓരോ ന്യായം പറഞ്ഞുകൊണ്ട്, പക്ഷേ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായാൽ മാഗ ക്യാമ്പ്
ഛന്ന ഭിന്നമാകും. ഇപ്പോഴും ട്രംപിനൊരു ചെറിയ ഫാൻ ഫോളോയിങ് അമേരിക്കയിലുണ്ട്. ട്രംപ് കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ, കഴിഞ്ഞ തവണ താൻ അധികാരത്തിൽ വന്നപ്പോൾ അമേരിക്കൻ ഇക്കോണമിയെ ട്രൈ ടു പുട്ട് ദ ഇക്കോണമി ബാക്ക് ഓൺ ട്രാക്ക്, കുറേയൊക്കെ വിജയിക്കുകയും ചെയ്തു. അമേരിക്കയുടെ വരുമാനം വർദ്ധിച്ചു. ഇപ്പോഴും വരുമാനം വർദ്ധിക്കാനുള്ള നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ വർദ്ധിക്കുന്ന വരുമാനം അനാവശ്യ യുദ്ധത്തിലൂടെ കളഞ്ഞാൽ എങ്ങനെയാണ്? അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ വായിച്ചു, ന്യൂയോർക്ക് ടൈംസിലാണ് വായിച്ചു, ട്രംപ് ഒരു ആത്മവിമർശനം എന്ന നിലയിൽ പറയുകയാണ്, യുദ്ധം വഴിമാറിപ്പോയി, അല്ലെങ്കിൽ അമേരിക്കയുടെ ഫോക്കസ് ലേശം തൽക്കാലത്തേക്ക് ഒരു ഡീറ്റൂർ, ഒരു ചെറിയ വഴിമാറ്റം സംഭവിച്ചു, പക്ഷെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. അതായത് ഇറാൻ യുദ്ധം വേണ്ടിയിരുന്നില്ല, വലിയ ചിലവായി പോയല്ലോ എന്ന രീതിയിലുള്ള ട്രംപിൻ്റെ ഒരു ആത്മഗതം ആണ് സൂചിപ്പിച്ചത്. അതേ വാക്കുകളല്ല ട്രംപ് ഉപയോഗിച്ചത് മറ്റു ചില വാക്കുകളാണ്. പക്ഷേ വേണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു എന്ന ഒരു ചിന്ത. പക്ഷേ ഒരു ബിസിനസ്സുകാരനാണ് ഇത് പറയുന്നത്, എങ്കിലും പെട്ടുപോയി. പക്ഷേ കമന്ന് വീണാലും കാൽപ്പണം കൊണ്ട് മാത്രമേ പൊങ്ങൂ എന്ന വാശിയുള്ള ബിസിനസ്സുകാരനാണ് ട്രംപ്. അതുകൊണ്ടാണ് ഹീ വിൽ ട്രൈ ടു എക്സ്ട്രാക്ട് എ പൗണ്ട് ഓഫ് ഫ്ലഷ്. ഇത് ഷൈലോക്കിൻ്റെ ഒരു സ്വഭാവം ഒരു പക്ഷേ ട്രംപ് കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നഷ്ടക്കച്ചവടത്തിലൊന്നും അല്ല അമേരിക്ക ഇടപെടുന്നത്. നേരിട്ടല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ വളഞ്ഞ വഴി ഇത് ഈടാക്കിയെടുക്കാൻ ട്രംപിന് കഴിയും, അമേരിക്കയ്ക്ക് കഴിയും. ആ പ്രതീക്ഷയിലായിരിക്കും അമേരിക്ക പിൻവാങ്ങി പോകുന്നത്. അത് നേരിട്ട നഷ്ടപരിഹാരത്തിൻ്റെ രൂപത്തിൽ മാത്രമായിരിക്കില്ല, എണ്ണ വിപണിയുടെ നിയന്ത്രണത്തിൻ്റെ രൂപത്തിലും മറ്റു ചില കാര്യങ്ങളുടെ രൂപത്തിലും എല്ലാം തന്നെ ആയിരിക്കും. അത് മാത്രമല്ല, ഒന്നുകൂടെ പറയുന്നല്ലോ, എണ്ണ ഉപരോധം തുടരും. റഷ്യൻ എണ്ണ തൽക്കാലത്തേക്ക് ഇന്ത്യ വാങ്ങിച്ചോളൂ, പക്ഷേ അത് നിർത്തിവെക്കുന്നു, ഉടനടി അത് നിർത്തുകയാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങളിൽ നിന്നും വാങ്ങാം, അമേരിക്ക ഇസ് റെഡി ടു സെൽ. അമേരിക്ക ഉത്പാദിപ്പിച്ച് വെച്ചിരിക്കുന്ന എണ്ണ പരമാവധി വാങ്ങൂ എന്നാണ് പറയുന്നത്. അമേരിക്ക എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, എണ്ണ കയറ്റുമതിയും ചെയ്യുന്നുണ്ട്. അപ്പം അമേരിക്കയുടെ കയറ്റുമതി എക്കാലത്തെയും, എണ്ണ കയറ്റുമതി, ക്രൂഡ് ഓയിൽ കയറ്റുമതി, ഷെയിൽ കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന തോതിൽ നിൽക്കുന്നു. ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ ഓൺ ദി ഇക്കണോമിക് ഫ്രണ്ട്, ഓൺ ദ ട്രേഡ് ഫ്രണ്ട്. അപ്പോൾ ട്രംപിനെ പിടിച്ചു നിൽക്കാൻ ചില പിടിവള്ളികളുണ്ട് എന്നുകൂടി അറിയുക.